ഇതാണ്. ഇത് ബെയ്റൂട്ടിലാണ്. ഇയാൽ സമീർ കൺഫേംഡ് ദ സ്ട്രൈക്ക് ക്യാരിഡ് ഔട്ട് ഇൻ ദാഹിയ. ദാഹിയയിലൊക്കെ പണ്ട് നടന്നിട്ടുള്ള വലിയ വലിയ സ്ട്രൈക്കുകൾ ഓർക്കുക. ഇൻ ദ സദേൺ സബേഴ്സ് ഓഫ് ബെയ്റൂട്ട് ടാർഗറ്റഡ് ദ ഹയസ്റ്റ് റാങ്കിങ് കമാൻഡർ ഓഫ് ഹിസ്ബുള്ളാഹ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. The operation was directed from the command post of Kiryat Air Base in Tel Aviv in the presence of several senior military officials and including the head of the operation. ഇത് ഭയങ്കര പ്രാധാന്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്തി ആളിനെയൊക്കെ നോക്കി ഹിസ്ബുള്ളയുടെ ചീഫിനെ തീർക്കാമെന്ന് തീരുമാനിക്കുന്നത് ഒരുപാട് അല്ലാതെ വെറുതെ കണ്ട് അങ്ങോട്ട് പോയപ്പോൾ കിട്ടി തട്ടിയതല്ല. ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ. ഇത് ഇസ്രായേലിന്റെ പ്രസിഡന്റ് തന്നെ ഇതിനെ ശ്ലാഘിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗ് റിയാക്റ്റഡ് സൺഡേ നൈറ്റ് ടു ദ എലിമിനേഷൻ ഓഫ് ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതമ അലി തബത്താബി എന്നുള്ള പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. തീർന്ന ആള് ഹൈതം. പുള്ളിയൊക്കെ ഇനി ഇവിടെ അടുത്ത ഉത്സവത്തിനും പിന്നെ പെരുന്നാളിനും ഒക്കെ ആനപ്പുറത്ത് കയറേണ്ടുന്ന പടമായെന്ന് പറയുന്നില്ലേ ഈ പുള്ളി. ഇവർ ശരിക്കും പടമാവും. ഈ പടം എടുത്തുകൊണ്ട് എഴുന്നള്ളിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഇതൊക്കെ പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും വരുമായിരിക്കും, എനിക്കറിയില്ല. ഈ കൊല്ലപ്പെടുന്ന ഭീകരന്മാർ മുഴുവൻ ആനപ്പുറത്ത് കയറുന്ന സ്ഥലം ഏത് എന്ന് വേണമെങ്കിൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. I congratulate Prime Minister, the Minister of Defense, the Chief of Staff, the Cabinet, the security forces and all those who participated in this operation. അപ്പൊ എത്ര വലിയ ആളാണ് എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കൂ. ഇറാനിലെ ആ യുദ്ധത്തിൽ തന്നെ ഒരു ദിവസം തന്നെ കുറെ പേര് വലിയ വലിയ ടീമുകൾ മരിച്ചുകൊണ്ട് ആർക്കും അത്ര വലിയ പ്രാധാന്യം കിട്ടിയില്ല. ഇതിപ്പം അതേപോലെ ഒരാളാണ് ഇത്, അതിന്റെ ചീഫ്. അതിനാണ് പ്രസിഡന്റ് വന്ന് ഇവരെ പ്രൈം മിനിസ്റ്ററെ ഉൾപ്പെടെയൊക്കെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഒരു വലിയ നാഷണൽ ഇവന്റ് ആണത്. നമുക്കങ്ങനെ തോന്നണമെന്നില്ല എങ്കിലും